നമസ്കാരം. ഇക്കഴിഞ്ഞ ഏപ്രിൽ 22-ാം തീയതിയാണ് ഒരു പറ്റം ഭീകരർ ഏകദേശം 4 പേർ പഹൽഗാം എന്ന് പറയുന്ന ജമ്മു കാശ്മീരിൻ്റെ മനോഹരമായ സ്ഥലത്ത്, പ്രകൃതി സുന്ദരമായ സ്ഥലത്ത് അവിടെ എത്തിയ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്നു. അവർ വെടിവെച്ച് കൊല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അവർ കൊല്ലപ്പെടുന്ന ആൾ മുസ്ലിം അല്ല എന്നുള്ളത് അവർ വിലയിരുത്തി അതാക്കിയിട്ടാണ് വെടിവെച്ച് കൊന്നത്. ഒരാൾ മാത്രമാണ് മുസ്ലിമായ ഒരാൾ, നേപ്പാളുകാരൻ വെടിവെച്ച് മരിച്ചത്. ബാക്കി എല്ലാവരും തന്നെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളായിരുന്നു. കേരളക്കാരനായ രാമചന്ദ്രൻ അടക്കം കൊല്ലപ്പെട്ട ആ സംഭവത്തിൽ 9 ഭീകര സെന്ററുകൾ ആക്രമിച്ച് പാകിസ്ഥാന് ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന് അവർ തെളിയിച്ചു. അങ്ങനെ ഇന്ത്യ എല്ലാ തരത്തിലും കൊടുത്ത തിരിച്ചടി പാകിസ്ഥാനെ മാത്രമല്ല ലോകരാഷ്ട്രങ്ങളെ അടക്കം ഞെട്ടിച്ചിരുന്നു. വളരെ കൃത്യമായി സമയം നിശ്ചയിച്ച്, നരേന്ദ്രമോദി പറഞ്ഞ പോലെ സമയം നിശ്ചയിച്ച് പുലർക്കാലത്ത് 1:44 മിന്നൽ വേഗത്തിൽ ഈ 9 കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയത്. ഇന്ത്യയുടെ മിസൈലുകൾ കൃത്യസ്ഥലത്ത് പതിച്ചു. റഫാൽ വിമാനങ്ങളാണ് അതിൽ പങ്കെടുത്തത്. എന്നാൽ പിന്നീടുണ്ടായിട്ടുള്ള 2-3 ദിവസങ്ങൾ, ഇന്ന് വരെയുള്ള ദിവസം, ഇന്നലെ രാത്രി വരെയുള്ള ദിവസങ്ങൾ പാകിസ്ഥാൻ്റെ പ്രകോപനമായിരുന്നു. ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യയെ ആക്രമിച്ചു, മിസൈലുകൾ ഉപയോഗിച്ചു. അവരുടെ 5ഓളം ഫ്ലൈറ്റുകൾ നമ്മൾ ഇന്ത്യ തകർത്തു, ഡ്രോണുകൾ പൂർണ്ണമായി തകർത്തു, അതോടൊപ്പം മിസൈലുകൾ പൂർണ്ണമായി നശിപ്പിച്ചു. എന്നാൽ ഇന്ത്യ കൊടുത്ത തിരിച്ചാക്രമണത്തിൽ അവർക്കുണ്ടായ നാശനഷ്ടങ്ങൾ ചെറുതൊന്നുമല്ല. അവരുടെ വ്യോമപാതകളെല്ലാം തകർത്തു. അവരുടെ എയർപോർട്ട്, അതായത് ഈ യുദ്ധ വിമാനങ്ങൾ പറന്നുയരേണ്ട സ്ഥലങ്ങളെല്ലാം തന്നെ തകർത്തു കളഞ്ഞു. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ വ്യോമ പ്രതിരോധ മേഖലകളിൽ ബോംബിട്ട് തകർത്തു എന്നുള്ളതാണ്. അതായത് ഒരേ സമയത്ത് തന്നെ പാകിസ്ഥാനെ പൂർണ്ണമായി നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു യുദ്ധമുറയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത്. അത് ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന, ഗവൺമെൻറ്റിനെ മുഴുവൻ ബാധിക്കുന്ന സിന്ധു ജല നദീ പദ്ധതി അടക്കം പാകിസ്ഥാനുമായുള്ള കരാർ അടക്കം റദ്ദാക്കിക്കൊണ്ട് വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാന് കിട്ടിയത്. പാകിസ്ഥാൻ നിലനിൽക്കണമെങ്കിൽ തന്നെ ഈ സിന്ധു നദീ ജല കരാർ ആവശ്യമാണ്. ഈ സിന്ധു നദി വരുന്ന വെള്ളത്തിൻ്റെ 70% പാകിസ്ഥാനാണ് ലഭിക്കുന്നത്. ഇങ്ങനെ ഇത്രയും ഭീകരമായ രൂപത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഈ ഇന്ത്യ നടത്തിയിട്ടുള്ള പ്രകടനം, തിരിച്ചാക്രമണം, ഇന്ത്യക്ക് 25ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 25അല്ല, ആദ്യം മരിച്ച 26 പേരടക്കം 51ഓളം പേർ മരിച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാന് 100 കണക്കിന് ആളുകളുമാണ് മരിച്ചത്. അവരെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങൾ, ആയുധ കേന്ദ്രങ്ങളടക്കം തകർക്കപ്പെട്ടു. അങ്ങനെ പാകിസ്ഥാന് എതിരെ തിരിച്ചടിക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യയുടെ ശക്തി പൂർണ്ണമായി തെളിയിക്കുന്ന ഒരു യുദ്ധമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ ശക്തി എന്താണെന്നും അതുവഴി മോദിക്കുണ്ടായ പ്രഭാവം എന്താണെന്നും തിരിച്ചറിയാൻ ഇത് സഹായിച്ചു. ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? അവിടെയാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ കണ്ടു, പാകിസ്ഥാനെ ഇന്ത്യയും തുടർച്ചയായി ഫോളോ ചെയ്തുകൊണ്ട് അമേരിക്ക ഇതിലിടപെട്ടു. ട്രംപ് മുൻകൈ എടുത്തുകൊണ്ട് ഇന്നലെ പ്രഖ്യാപിച്ചു, വെടി നിർത്തൽ വന്നിരിക്കുന്നു. അമേരിക്ക പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പ്രഖ്യാപിക്കുന്നതും വിദേശകാര്യമന്ത്രി പ്രഖ്യാപിക്കുന്നു. അതേപോലെ അതിനുശേഷം ഇന്ത്യ അത് അംഗീകരിക്കുന്നു. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അത് അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ അതോടുകൂടിയിട്ട് പിൻവാങ്ങുകയും സാധാരണ പോലെ ശ്രീനഗറും പഞ്ചാബും ഗുജറാത്തും എല്ലാ മേഖലകളിലും എല്ലാം തന്നെ സാധാരണ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. എന്നാൽ പാകിസ്ഥാൻ വൈകുന്നേരം രാത്രി 10 മണിയോടുകൂടി വീണ്ടും ആക്രമണം തുടർന്നു. എന്നാൽ അധികം താമസിയാതെ തന്നെ അവരുടെ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അത് നിർത്തേണ്ടി വന്നു. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായി ഇതിനകത്ത് ക്ലിയറായി പറയാം. ആരാണ് ഇതിന് പിന്നിലെന്ന് ചോദിച്ചാൽ, ഇതിന് പിന്നിൽ അമേരിക്ക അല്ലാതെ ആരാണ്? ഇന്ത്യയുടെ ശക്തി തിരിച്ചറിയാൻ, ഇന്ത്യ എത്രമാത്രം ശക്തമാണ് തിരിച്ചറിയാൻ നടത്തിയ ഒരു ആക്രമണമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ എന്നെ സ്വയം ഉണ്ടാക്കിയതല്ല എന്ന് വ്യക്തമാണ്. കാരണം പാകിസ്ഥാൻ്റെ ഭീകരരായ 4 പേർ ഇന്ത്യയിൽ വന്ന് ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ, തുടർന്ന് പാകിസ്ഥാൻ പ്രതിരോധം തീർക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരു ശക്തി ഉണ്ടായിരിക്കണം. അത് അമേരിക്ക തന്നെയാണ്. അമേരിക്ക എല്ലാ കാലത്തും പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ശക്തിയാണ്. പാകിസ്ഥാൻ യുദ്ധമുണ്ടായപ്പോൾ റഷ്യയാണ് ഇന്ത്യയോടൊപ്പം എല്ലാ കാലത്തും ഉറച്ചു നിന്നിരുന്നത്. അന്ന് അമേരിക്കയുടെ 7ാം കപ്പൽ പടയടക്കം ഇന്ത്യയെ ആക്രമിക്കാൻ വന്നിരുന്നു.
എന്നാൽ അത് മാറി, പിന്നീട് കാലഘട്ടം മാറി. മോദി അധികാരത്തിൽ വന്നു. മോദി അമേരിക്കയിൽ ഇറങ്ങാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലത്ത് മോദി അവിടെ ചെന്നു. ട്രംപുമായി നല്ല ബന്ധമായി. ഇപ്പോൾ ട്രംപിൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണെന്ന് പറയുന്നു. പക്ഷേ ട്രംപ് അതികുറുക്കനായ ഒരു മനുഷ്യൻ. അദ്ദേഹം വീണ്ടും ബൈഡനെ മാറ്റി അദ്ദേഹം പ്രസിഡൻ്റായപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിലേക്ക് ഇന്ത്യ കടന്നു കയറി വരുന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ മോഡിക്കുണ്ടായിരുന്നു. അത് ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ടെസ്റ്റ് ഡോസാണ് പാകിസ്ഥാനെ കൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യിച്ചത്, ഇത്തരം ആക്രമണം നടത്തിച്ചത് എന്നുള്ളതിൻ്റെ ഏറ്റവും തെളിവാണ് ഇന്നലെ IMF വായ്പ 8000 കോടി രൂപ ഇന്നലെ പാകിസ്ഥാൻ അനുവദിച്ച നടപടി. അത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ സഹായമില്ലെങ്കിൽ IMF ആ ഫണ്ട് കൊടുക്കില്ല. ആ ഫണ്ട് കൊടുത്തതോടുകൂടി തന്നെ കൃത്യമായി പറയാൻ പറ്റും അമേരിക്ക കൃത്യമായി പാകിസ്ഥാൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് പാകിസ്ഥാനെ കൊണ്ട് വെറുതെ പണിയെടുപ്പിച്ചതാണ്. ഇന്ത്യ എത്രമാത്രം ശക്തമാണ്, മോദി എത്ര ശക്തമാണ്. എന്നാൽ ഇന്ത്യയുടെ പ്രഹരശേഷി, ഇന്ത്യയുടെ പ്രതിരോധ ശക്തി, ഇന്ത്യയുടെ സൈനിക ശേഷി, അവരുടെ ടെക്നോളജി കണ്ട് അമേരിക്ക പോലും ഞെട്ടി എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ മറ്റേത് നേതാക്കന്മാരെക്കാളധികം ജനങ്ങളുടെ വളരെ ശക്തവാനാണെന്നും ഇന്ത്യൻ ഭരണകൂടം ഏറ്റവും ശക്തിയുള്ളതാണെന്നും തെളിയിച്ച യുദ്ധമായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത്. കഴിഞ്ഞ ഏപ്രിൽ 22 മുതൽ ഇങ്ങോട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വരെയുള്ള 10 വരെയുള്ള ഇന്നത്തെ ദിവസം വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ നടത്തിയിട്ടുള്ള പോരാട്ടം മറ്റേത് പോരാട്ടത്തെക്കാളും മറ്റേത് രാജ്യങ്ങളുടെ പോരാട്ടത്തിൽ അതിശക്തമാണെന്ന് പറയാൻ പറ്റും. നിയന്ത്രിതമായിക്കൊണ്ടുള്ള പോരാട്ടമാണ് നടത്തിയത്. നമുക്കറിയാം, ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് രംഗത്ത് വന്നത്. ഇന്ന് വരെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. 3 ദിവസത്തേക്ക് റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ഇപ്പോൾ 30 ദിവസത്തേക്ക് യുക്രൈൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്നാലും അത് എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നൊന്നും നമുക്കറിയില്ല. എന്നാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം അത് അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൽ കടന്നു കയറിയ ഹമാസിനെ തകർക്കാൻ വേണ്ടി ഇസ്രായേൽ നടത്തിയ യുദ്ധം ഈ അടുത്ത കാലത്ത് ഒരു സൈഡ് മാത്രം കണ്ടുകൊണ്ടുള്ള യുദ്ധമാണ്. മറുഭാഗത്ത് ആയുധങ്ങൾ വർഷിച്ചുകൊണ്ടിരുന്നു. അതുപോലെ അതിനേക്കാളൊക്കെ മികച്ച ഒരു യുദ്ധമുറ തന്നെയാണ് ടെക്നോളജിയുടെ സഹായത്തോടുകൂടി ഇന്ത്യ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. S-400 എന്ന് പറയുന്ന പ്രതിരോധ ശക്തി ഉപയോഗിച്ച്, പ്രതിരോധ ഉപകരണം ഉപയോഗിച്ച് വിമാനത്തെയും മിസൈലിനെയും ഡ്രോണുകളെയും ലൊക്കേറ്റ് ചെയ്ത് കൃത്യമായി അതിനെ തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യയുടെ അഭിമാനമാണ്. ഇന്ത്യയിലെ സൈനികർ സുസജ്ജമാണ്. അവരെ കുറേ കാലമായി യുദ്ധമൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുകയായിരുന്നു. എക്യുപ്മെൻറ്റ്സ് എല്ലാം വെറുതെ ഇരിക്കുകയായിരുന്നു. അതെല്ലാം പരിശോധിക്കാനും കൃത്യമായി ഒരു യുദ്ധം വന്നാൽ, ആക്രമണം വന്നാൽ നേരിടാൻ ഇന്ത്യ സുസജ്ജമാണോ എന്ന് പരിശോധിക്കുകയുമായിരുന്നു ഇന്ത്യയുടെ ഈ യുദ്ധത്തിലൂടെ ഇന്ത്യ നടത്തിയത് എന്ന് പറയാൻ പറ്റും. അത് ലോകരാഷ്ട്രങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. 3ാം ലോകശക്തിയായി മാറാൻ പോകുന്ന ഇന്ത്യയെ പിടിച്ചാൽ കിട്ടില്ല, ഇന്ത്യയിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ പട്ടാളം റെഡിയാണ് എന്ന് കൊടുക്കുന്ന മെസ്സേജാണ് ഈ യുദ്ധത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഞെട്ടി എന്നുള്ളതാണ് സത്യം. അദ്ദേഹം തന്നെയാണ് ഈ യുദ്ധത്തിലെ അവസാനം യുദ്ധവിരാമമുണ്ടാക്കിയത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹം ഒരു യുദ്ധം കൊണ്ടുവന്ന് അവസാനം യുദ്ധം തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു. ഇല്ലെങ്കിൽ പാകിസ്ഥാൻ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പാകിസ്ഥാൻ പപ്പടം പിടിക്കും പോലെ പൊടിച്ച് കളയുമായിരുന്നു ഇന്ത്യ. എന്തായാലും ഇന്ത്യക്ക് അഭിമാനിക്കാം. അതോടൊപ്പം നമ്മുടെ നേതൃത്വത്തെ നമുക്ക് അംഗീകരിച്ചേ പറ്റും. നരേന്ദ്രമോദിയെ അംഗീകരിച്ചേ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയും ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ 100 ഇരട്ടി ശക്തിയിലാണ് ഇന്ത്യ നിൽക്കുന്നത്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി ഉയർന്നിരിക്കുന്നു. നന്ദി, നമസ്കാരം.